ഹലോ മക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഓക്കെ, ഹൗ മെനി സൈഡ് ഡസ് എ റെഗുലർ പോളിഗൺ ഹാവ് ഇഫ് ഈച്ച് ഇറ്റ്സ് ഇന്റീരിയർ ആംഗിൾ ഈസ് 165? ഇന്റീരിയർ ആംഗിൾ 165 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇന്റീരിയർ ആംഗിളിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അതിലാണ് നമുക്ക് നല്ലത് NX = 360 എന്ന് പറയുന്ന നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് n-2 × 180 ആണ്. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 165 കിട്ടുന്നത്. അഥവാ നമ്പർ ഓഫ് സൈഡ് ഉണ്ട്, അതായത് മുകളിലത്തത് ഇന്റീരിയർ ആംഗിളിന്റെ സമ്മാണ്. ആ സമ്മിനെ നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 165 കിട്ടുന്നത്. ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് n അപ്പുറത്തോട്ട് കൊണ്ടുപോയി പിന്നെ n അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഇന്റീരിയർ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കൗണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. എന്താണ് ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ? ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. എന്തുകൊണ്ടെന്നാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇവിടെ ഞാൻ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വരച്ചു. ഇത് ഇന്റീരിയർ, ഇത് എക്സ്റ്റീരിയർ. നോക്കിയേ, ഈ ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടി ചേർന്നപ്പോൾ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയില്ല. ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ, ഞാനിവിടെ ഒരു പെൻറ്റഗൺ ആണ് വരക്കുന്നത് എഴുതിക്കോ. ഇവിടെയാണ് ഞാൻ ആ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും വരച്ചെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയില്ലേ. അപ്പോൾ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ്ട് നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ഫൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്റീരിയർ ആംഗിൾ 165 ആണ്. അപ്പോൾ 165 പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ = 180 കിട്ടും. അതിന് എക്സ്റ്റീരിയർ ആംഗിൾ = 180 - 165 കിട്ടും. സോ നമുക്ക് 180യിൽ നിന്നും 165 സബ്ട്രാക്ട് ചെയ്യാം. 0 എന്ന് 5 പോവില്ല, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ബോറോ ചെയ്യും. ഇറ്റ്സ് 8, 10 ആവും, ഇത് 7 ആവും. 10 എന്ന് 5 പോയാൽ 5 ആണ്, 7 എന്ന് 6 പോയാൽ 1 ആണ്, 1 എന്ന് 1 പോയാൽ 0, സോ 15. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടി, അത് 15 ഡിഗ്രി ആണ്. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് സൈഡ് കാണാൻ പറ്റും. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 15ഉം നമ്പർ ഓഫ് സൈഡിനെ n എടുത്തു കഴിഞ്ഞാൽ n × x അഥവാ n × 15 എന്ന് പറയുന്നത് അത് 360 ആണ്. കാരണം ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ എല്ലാ കോണുകളും കൂട്ടിയാൽ അത് ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 360 ആണ്. അത് എത്ര സൈഡ് ആയിക്കോട്ടെ, ഇനി 3 സൈഡ് ആയിക്കോട്ടെ, 4 സൈഡ് ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, എത്ര സൈഡ് ആയാലും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് അത് 360 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾ തന്നു കഴിഞ്ഞപ്പോൾ നേരെ ആദ്യം എക്സ്റ്റീരിയർ ആംഗിൾ ഫൈൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ നമ്പർ ഓഫ് സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 360 കിട്ടും. സോ ഇവിടെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. NX = 360. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്, അത് നമുക്കറിയില്ല. x എന്ന് പറഞ്ഞാൽ 1 എക്സ്റ്റീരിയർ ആംഗിൾ, അത് 15 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ n × 15 = 360 ആണ്. ഈ 50 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ 360/15 എന്ന് കിട്ടും. 215 ആണ് 30 എന്ന് പറയുന്നത്. 6 ഉണ്ടാവും, 0 റൈറ്റ് ഡൗൺ ചെയ്ത് 60. 2 15 30 ആണെന്നുണ്ടെങ്കിൽ 30ൻ്റെ ഇരട്ടിയാണ് 60. അപ്പോൾ 4 15 എത്ര കിട്ടും? 60 കിട്ടും. സോ ഇറ്റ്സ് 24. സോ നമ്പർ ഓഫ് സൈഡ് എത്രയാണ്? 24 സൈഡ്സ് ആണ് ഇതിനുള്ളത്. എത്ര സൈഡാണുള്ളത്? 24 സൈഡ്സ് ആണ് ഈ പോളിഗണ് ഉണ്ടാവുക. അതായത് ഇന്റീരിയർ ആംഗിൾ 165 ആയ ഈ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ,